ബുള്ളറ്റിൽ വന്നിറങ്ങുന്ന ജെറിയെയും ഇഷാനെയും കണ്ടതും ജോർജ് മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. എവിടെ പോയതാടാ രണ്ട് വാനർമാരും കൂടി? വല്യപ്പച്ചൻ എന്നോട് മറച്ചു വെച്ച ഒരു ദുഷ്കർമ്മമല്ലേ, അത് ഞാൻ ശുദ്ധികലശം ചെയ്തു. ഇനിയിപ്പോ കുറച്ച് നാളത്തേക്ക് ആശല്യം ഉണ്ടാകില്ല. പക്ഷേ അവൻ വിട്ടുപോകുന്നതിനല്ല, അവൻ വീണ്ടും വരും. അങ്ങനെ വന്ന അവൻ്റെ മരണം എൻ്റെ കൈകൊണ്ടായിരിക്കും. ഞാനിവിടെ ജീവനോടിരിക്കുമ്പോൾ അങ്ങനെ ഒരു കർമ്മം നിന്നെ കൊണ്ട് ഞാൻ ചെയ്യിക്കോടാ. ചെല്ല്, തൽക്കാലം ഇവിടെ ഇതാരും അറിയണ്ട. ഇഷാൻ അകത്തേക്ക് നടന്നു. ഒപ്പം നടക്കാൻ തുടങ്ങിയ ജെറിയെ ജോർജ് വിളിച്ചു. ജെറി, നീയൊന്ന് നിന്നേ. വല്യപ്പച്ച, അവനെ വഴക്ക് പറയണ്ട. ഞാൻ നിർബന്ധം പിടിച്ചിട്ടാ അവൻ എന്നോടെല്ലാം പറഞ്ഞത്. അതല്ലട മോനെ, നീ ചെല്ല്, എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇഷാൻ അകത്തേക്ക് നടന്നു. ജെറി, എന്തായടാ, ചെകുത്താൻ കയറി മേഞ്ഞോ? പിന്നല്ലേ, കണ്ടോണ്ട് നിന്ന് എനിക്ക് പൂടാഞ്ചം വന്നുപോയി വല്യപ്പച്ചാ. എന്തോ നാടാ നീ പറയുന്നേ? അതെ, ഈ റൊമാൻറ്റിഫിക്കേഷൻ. ഓ അങ്ങനെ. അത് പിന്നെ അവൻ എൻ്റെ കൊച്ചുമോനല്ലേടാ കഴുതേ, വീര്യം ഒട്ടും കുറയില്ല. ഓ ആണേ, അതിന്നെനിക്ക് നേരിട്ട് ബോധ്യായി. പിന്നെ വല്യപ്പച്ച, അവൻ അവസാനം ഒരു യമണ്ടം പണിയാ രുദ്രന് കൊടുത്തത്. അതെന്നതാടാ? ജെറി അയാളുടെ കാതിൽ കാര്യം പറഞ്ഞു. അത് കേട്ട് അയാൾ പൊട്ടിച്ചിരിച്ചു. അത് കലക്കി. ഒന്നോർത്താ ശരിയാ, അവന് അവിടെ ഇത്തിരി കുഴപ്പം കൂടുതലാ. പക്ഷെ വല്യപ്പച്ച, ശ്യാമു പറഞ്ഞതുപോലെ അവൻ പാമ്പിന്റെ പകയുള്ളവനാ. അവൻ ഇനിയും വരും. വരട്ടടാ ജെറി, നമ്മൾ തൂണുപോലിവിടെ നിൽക്കുമ്പോൾ നമ്മളെ താണ്ടി ഒരുത്തനും കുടുംബത്ത് കാലുകുത്തില്ല. അയാൾ മീശ പിരിച്ചു കയറ്റി. വല്യപ്പച്ചൻ്റെ തോളിൽ കൈയിട്ട് ചിരിയോടെ അകത്തേക്ക് കയറുമ്പോൾ ജാൻവിയും സോഫിയും പുറത്തേക്ക് വരുന്നു. ഒരു നിമിഷം രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ കൊരുത്തു. പിടച്ചിലോടെ അവൾ മിഴികൾ താഴ്ത്തി. ഒരുതരം പരവേശത്തോടെ ജെറിയും. എങ്ങോട്ടാ മോളെ? ഞാനിവളെ നമ്മുടെ പറമ്പൊക്കെ ഒന്ന് കാണിക്കാൻ. വേണ്ട, ഇപ്പൊ വേണ്ടടാ, വൈകുന്നേരം നമുക്കൊന്നിച്ചിറങ്ങാം. ഇപ്പോ ഇവരൊന്ന് സംസാരിച്ചിരിക്കട്ടെ. മോള് വന്നേ, വല്യപ്പച്ചൻ പറയട്ടെ. സോഫി, നിങ്ങൾ സംസാരിക്കേ, ഞാൻ ഇപ്പൊ വന്നേക്കാം. എനിക്ക് പേടിക്കണ്ട പെണ്ണേ, എൻ്റെ ജെറി ജെന്റിൽമാനാ. അടുക്കുമ്പോൾ നിനക്കത് മനസ്സിലാകും. അവളുടെ കാതിലായി പറഞ്ഞുകൊണ്ട് ജാൻവി ഓടി. ഹായ്, ജെറി തുടക്കം കുറിച്ചു. ഹായ്, അവൾ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. വാടോ, ഇരിക്കേ. നമ്മള് ശരിക്കും പരിചയപ്പെട്ടില്ലല്ലോ. അവൾ പേടിയോടെ മെല്ലെ സോഫയിൽ ഓരത്തായി ഇരുന്നു. അവൻ എതിരെ ഇരുന്ന് അവളെ ശ്രദ്ധിച്ചു. അവളുടെ ഇരിപ്പ് കണ്ടതും തന്നെ നോക്കാൻ അവൾ വല്ലാതെ കഷ്ടപ്പെടുന്നുവെന്ന് അവന് മനസ്സിലായി. കഴുത്തിന് കുറുകെ കിടക്കുന്ന ഷോളിൽ വിരൽ ചുറ്റുന്നു, അഴിക്കുന്നു. ടെൻഷൻ കൊണ്ട് കണ്ണുകൾ ഇടം വലം ചലിപ്പിക്കുന്നു. താനെന്തിനാടോ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ഞാനെന്താ തന്നെ പിടിച്ച് വിഴുങ്ങോ? അതല്ല. ഏതല്ല? താൻ ടെൻഷൻ വിട്ടിട്ട് വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേ, കേൾക്കട്ടെ. അവൾ മെല്ലെ മുഖമുയർത്തി. വീട്ടിൽ അപ്പച്ചനും അമ്മച്ചിയും, പിന്നെ എനിക്ക് 2 ഇളയ സഹോദരിമാരാ. ആഹാ, വലിയ കുടുംബമാണല്ലോ. അപ്പോ ഈ ചേച്ചിയുടെ തോളിലാ അനിയത്തിമാരുടെ ഭാവി അല്ലേ? അങ്ങനെ ചോദിച്ചാ ഞാൻ വെറുതെ തമാശ പറഞ്ഞതാണോ? താനത് വിട്. അപ്പച്ചന് എന്താ ജോലി? അപ്പച്ചൻ
പണ്ട് ഏതാണ്ട് ബിസിനസ്സൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അത് പൊളിഞ്ഞു. അപ്പോൾ ഓട്ടോറിക്ഷ എടുത്ത് ഓടാൻ തുടങ്ങി. എൻ്റെ ഫൈനൽ എക്സാം നടക്കുന്ന സമയത്ത് സ്ട്രോക്ക് വന്നു. ഇപ്പോൾ ഒന്നിനും പോകുന്നില്ല. അയ്യോ, അത് കഷ്ടമായല്ലോ. അപ്പം ചുരുക്കം പറഞ്ഞ ഒരു കുടുംബഭാരം മുഴുവൻ തൻ്റെ ചുമല്ല അല്ലേ? അങ്ങനെ എനിക്കവരൊരു ഭാരമൊന്നുമല്ല. വീട്ടിലിരുന്ന് ചെയ്യാവുന്ന കൊച്ചു കൊച്ചു വർക്കൊക്കെ അവർ ചെയ്യുന്നുണ്ട്. കമ്മലും മാലയൊക്കെ ചെയ്തും അമ്മച്ചി പിന്നെ തയ്ക്കും. അപ്പച്ചൻ രാവിലെ ലോട്ടറിയൊക്കെ വിൽക്കും. അങ്ങനെ അങ്ങനെ ഓരോന്നും നിത്യച്ചെലവ് കടന്നു പോകും. പിന്നെ എനിക്ക് കിട്ടുന്നത് കൊണ്ട് അപ്പച്ചൻ്റെ ചികിത്സയ്ക്ക് വാങ്ങിയ കടങ്ങൾ തീർക്കും. അതിനുള്ളതേ എനിക്ക് കിട്ടുന്നുള്ളൂ. അപ്പം ജാൻവിയാ പറഞ്ഞത്, ഇവിടെ വല്യപ്പച്ചന് കുറേ കമ്പനികളുണ്ട്, അവിടെ വേക്കൻസി ഉണ്ടോ എന്ന് ചോദിക്കാന്ന്. ചോദിച്ചപ്പോൾ വരാൻ പറഞ്ഞു. അതാ ഞാൻ വന്നത്. ഹേ, ശരിക്കും? അവൻ അമ്പരപ്പോടെ ചോദിച്ചു. അവൾ തലയാട്ടി. വല്യപ്പച്ച, വാലുപോലെ കൂടെ നടക്കുന്ന എന്നോട് ഒരു വാക്ക്? ദുഷ്ടൻ. അവൻ പുറത്തേക്ക് എത്തി നോക്കി. ജാൻവിയുമായി കാര്യമായ ചർച്ചയിലാണ്. അവൻ തിരിഞ്ഞു. എന്നാ പിന്നെ ഞാനൊരു സഹായം ചെയ്താ സ്വീകരിക്കോ? അവൻ അവളെ നോക്കി. എന്താ? അത് ഞാൻ കുറച്ച് ക്യാഷ് തരാം. താൻ വീട്ടിലേക്ക് അയച്ചോ. അവർക്ക് ആവശ്യങ്ങളൊക്കെ കാണില്ലേ? ഇതിപ്പോ ഇവിടെ ജോലി തുടങ്ങി മാസം 1,000 സാലറി കിട്ടൂ. അത് വേണ്ട. ഇപ്പൊ തന്നെ കടത്തിൽ മുങ്ങി നിൽക്കുക. ഇനിയൊരു ബാധ്യത. അത് വേണ്ട. അവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നല്ല ശീലായി. എടോ, ഞാൻ കടവായിട്ടല്ല. എനിക്കിപ്പോ ഇതുപോലെ കൊടുക്കാനൊന്നും ആരും ഇല്ലല്ലോ. കയ്യില് വെറുതെ കാശിരുന്ന പെരുകത്തൊന്നുമില്ലല്ലോ. ആവശ്യത്തിന് ഉപയോഗിക്കാനല്ലേ. എനിക്കിപ്പോ അങ്ങനെ ആവശ്യങ്ങളും ഇല്ല. തനിക്ക് ആവശ്യമുണ്ട് താനും. അപ്പോ തൻ്റെ ആവശ്യം നടക്കട്ടെടോ. വേണ്ട, ഉറപ്പോടെ പറഞ്ഞുകൊണ്ട് അവൾ എണീറ്റ് നടന്നു. ചേടാ, കൊച്ചെന്നെ തെറ്റിദ്ധരിച്ചു കാണോ? അതാണോ ആ വേണ്ടയ്ക്ക് അത്ര കനം? ജെറി, കളഞ്ഞു കുളിച്ചോ നീ? നല്ലൊരു കൊച്ചായിരുന്നു. അവൻ അവൾ പോയ വഴി നിരാശയോടെ നോക്കിയിരുന്നു. ജേക്കബേ. ആ, എന്താ അപ്പച്ചാ? എടാ, ഈ വരുന്ന സൺഡേ പള്ളിയിൽ വെച്ച് ഇഷാന്റെയും ജാൻവി മോളുടെയും കെട്ടങ്ങ് നടത്താം. അപ്പച്ചാ, അവരൊക്കെ ഓക്കെ ആണടാ. നിനക്ക് സമ്മതമാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. വേറൊന്നും നീ അറിയണ്ട. എനിക്ക് 100 വട്ടം സമ്മതമാണ്. അല്ലെങ്കിൽ ആ കൊച്ചിനോട് ചെയ്യുന്ന പൊറുക്കാൻ പറ്റാത്ത തെറ്റായി പോവും. മോനെ, അതിനു മുന്നേ നീ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്നതാ അപ്പച്ച? ജാൻവി ഒരു സാധാരണക്കാരി പെണ്ണല്ല. അതെന്നതാ അപ്പച്ച? എനിക്ക് മനസ്സിലായില്ല. മോനെ, അയാൾ ജേക്കബിനോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. നിന്റെ മോന്റെ ഭാവിയെ കൂടി ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാ മറച്ചു വയ്ക്കാതെ തുറന്നു പറഞ്ഞത്. എന്തൊക്കെയാണെങ്കിലും അനാഥയായൊരു കൊച്ചിനെ നിന്റെ മോന് കൂട്ടായി നീ കണ്ടിട്ടില്ലെന്ന് അപ്പച്ചനറിയാം. ഇന്നവൾ അനാഥയല്ല, കോടികളുടെ അവകാശിയാണ്. നിന്റെ കണ്ണ് അതിലും മഞ്ഞളിക്കില്ലെന്ന് അപ്പച്ചനറിയാം. എന്നാലും തീരുമാനം നിന്റെ കയ്യിലാണ്. റാഹേലിന് കാര്യങ്ങളൊക്കെ അറിയാം. നിന്നോട് ചോദിച്ച് തീരുമാനം എടുക്കാനാണ് കൊച്ചും പറഞ്ഞത്. എന്താടാ മോനെ, നിനക്ക് സമ്മതമാണോ? അയാൾ കുറച്ചു സമയം മൗനമായി നിന്നു. അത് ജോർജിനെ ഒന്ന് പകച്ചു. അപ്പച്ചാ. ആ മോനെ. അപ്പച്ചാ, ഞാൻ എൻ്റെ അപ്പച്ചൻ്റെ ചോരയല്ലേ. എനിക്കും ആ ഗുണം ഇല്ലാതിരിക്കുമോ? അപ്പച്ചൻ ധൈര്യമായി മുന്നോട്ട് പോയിക്കോ.
അപ്പച്ചാ, ഞാൻ അപ്പച്ചൻ്റെ പിന്നാലെയുണ്ട്. അതെന്താടാ ഉവ്വേ പിന്നാലെ? ഉയർന്നു വന്ന സന്തോഷമടക്കി അയാൾ ചോദിച്ചു. അതിപ്പോ അപ്പച്ചൻ്റെ ഒപ്പം നടക്കാനുള്ള ആംബിയർ എനിക്കില്ല എൻ്റെ അപ്പച്ചാ. അതിന് പറ്റിയവൻ എൻ്റെ പുത്രനാ. അവൻ അപ്പച്ചൻ്റെ ഒപ്പമോ വേണമെങ്കിൽ മുന്നിലോ നിന്നോളും. അതുപോരെ? അയ്യടാ, നട്ടെല്ലിന് ബലമില്ലാത്ത കഴുത, നീ നിന്റെ മോനെ കണ്ടു പഠിക്കടാ. അയ്യോ വേണ്ടായേ, ഞാൻ എൻ്റെ അപ്പനെ കണ്ടു പഠിച്ചോളാം. ആ, ഈ ഡയലോഗ് എനിക്ക് നിന്റെ മോനോട് പറയാൻ പറ്റില്ലല്ലോടാ ഉവേ. അപ്പച്ചാ. ചിരിയോടെ ജോർജ് അയാളെ ചേർത്ത് പിടിച്ചു. ജേക്കബ് അയാളുടെ കവിളിൽ അമർത്തി ഉമ്മ കൊടുത്തു. അപ്പച്ചൻ മുത്തല്ലേ. രാത്രി എല്ലാവരും അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം ജെറി ഒളിക്കണ്ണിട്ട് സോഫിയെ നോക്കുന്നു. അവൾ ജാൻവിയോട് കുശലം പറഞ്ഞ് ചപ്പാത്തി അകത്താക്കുന്ന തിരക്കിലും. ഷടാ, ഇവൾക്ക് എന്നെ ഒന്ന് നോക്കിയാലെന്താ? ചപ്പാത്തി വായിലേക്ക് വെച്ച് കടിച്ചതും കടി കൊണ്ടത് വിരലിലായിപ്പോയി. അയ്യോ, എന്താടാ കോപ്പേ, പേടിപ്പിച്ച് കളഞ്ഞല്ലോ. എല്ലാരും അവനെ നോക്കി. കല്ല്, ഛേ അല്ലല്ല പല്ല്, ഞാൻ അറിയാതെ വിരലിൽ കടിച്ചു. ഓ മരത്തലയാ. ദേ ചിക്കനോ ബീഫോ എടുത്ത് കഴിക്ക്, വെറുതെ വിരല് കടിക്കണ്ട. ഇങ്ങനെ ഒരു കഴുത. അയാൾ പറയുന്നത് കേട്ട് സോഫി ചിരി അമർത്തുന്നത് കണ്ടതും അവന് ചമ്മല് തോന്നി. വല്യപ്പച്ചാ, എന്താടാ കഴുതേ, കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. പേടിയാ കോപ്പാന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നേക്കല്ല്, പറഞ്ഞേക്കാം. കെട്ടിക്കാൻ പ്രായമായി, ഇപ്പോഴും ഒറ്റയ്ക്ക് കിടക്കാൻ മടിയാ. ഓരോ കാരണവും പറഞ്ഞു വരും കെട്ടിപ്പിടിച്ച് കിടക്കാൻ. പോ, ഇനി ഞാൻ വരില്ല. അവൻ മുഖമേറ്റി. അപ്പച്ചാ, അതിനൊരു വഴിയുണ്ട്. ഇവനെ നമുക്ക് പിടിച്ച് കെട്ടിക്കാം. അപ്പൊ പിന്നെ അപ്പച്ചൻ്റെ അടുത്ത് ശല്യത്തിന് വരത്തില്ലല്ലോ. ജേക്കബ് പറഞ്ഞതും എല്ലാവരും ചിരിച്ചു. ജെറിയുടെ കണ്ണുകൾ സോഫിയിൽ തറച്ചു. ചിരിക്കാൻ അവളും ഒപ്പം കൂടിയത് കണ്ട് അവനും പുഞ്ചിരിച്ചു. അയ്യടാ, അവന്റെ ഇളി കണ്ടില്ലേ? ഡാ, അങ്ങനെ ഒരു കാര്യം 5 വർഷത്തേക്ക് നീ സ്വപ്നം പോലും കാണണ്ട. ഹേ, 5 വർഷോ? വല്യപ്പച്ചാ, എനിക്ക് പ്രായം കൂടിക്കൊണ്ടായിരിക്കുന്നേ. അപ്പോഴേക്കും മൂക്കിൽ പല്ല് കിളിർക്കൂലോ. ആ കിളിർക്കുന്ന പല്ല് ഞാൻ പിഴുതോളാം. അവൻ്റെ ഒരു ഭൂതി. ഞാൻ മിണ്ടില്ല, എന്നെക്കുറിച്ച് ആർക്കും ഒരു ചിന്തയില്ല. അവൻ മുഖമേറ്റി. ആ പിന്നെ, നമ്മുടെ സോഫി കൊച്ച് നാളെ മുതൽ നമ്മുടെ കമ്പനിയിൽ പുതിയ അക്കൗണ്ടന്റായി ചാർജ് എടുക്കുവാട്ടോ, ജേക്കബ് പ്രഖ്യാപിച്ചു. ഹേ, ശരിക്കും? അത് പൊളിച്ചു. എല്ലാവരും ഡൈനിങ് ടേബിളിൽ കൈതട്ടി. സോഫി, കൺഗ്രാറ്റ്സ്. താങ്ക്സ് ജെറി. ജാൻവി അവളെ ഒരു കൈയാൽ ചേർത്ത് പിടിച്ചു. ഇനി മറ്റൊരു പ്രധാന കാര്യം. വല്യപ്പച്ചൻ പറഞ്ഞതും എല്ലാവരും സൈലന്റായി. വരുന്ന സൺഡേ നമ്മുടെ പള്ളിയിൽ വെച്ച് ഇഷാന്റെ മാരേജ്. ഹേ, ഞെട്ടിപ്പോയി അവൻ. പരവേശത്തോടെ അവൻ ജാൻവിയെ നോക്കി. അവൾ സോഫിയെ നോക്കി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ചിരിയോടെ ചപ്പാത്തി വായിലേക്ക് വയ്ക്കുന്നു. കോപ്പ്, അവളുടെ ഒരു. അവൻ ദേഷ്യത്തിൽ വല്യപ്പച്ചനെ നോക്കി. വല്യപ്പച്ച, അത് നടക്കില്ല. അതെന്താ? അത് നടക്കില്ല, എനിക്കിഷ്ടമല്ല. ആര് പറഞ്ഞു? നീ ഇഷ്ടമാണെന്നും കെട്ടിന് ഡേറ്റ് എടുത്തതുമല്ലേ. പിന്നെന്താ ഇപ്പോൾ ഒരു മനമാറ്റം? എടാ, കുടുംബത്തിലുള്ളവരെ മുഴുവൻ നീ ചതിച്ചു. ഇനി നാട്ടുകാരുടെ മുന്നിലൂടെ ഞങ്ങളെ നാണം കെടുത്തിയ നീ അടങ്ങൂ? അടിച്ച് പല്ലു കൊഴിക്കും ഞാൻ. ഒരു പെണ്ണിന്റെ ജീവിതം വെച്ച് കളിച്ച് മറ്റൊരു പെണ്ണിനെ കൂടി ചതിക്കാൻ ഇവിടെ ആരും സമ്മതിക്കില്ല. ഇവിടെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കിപ്പോ ഇങ്ങനെ ഒരു കല്യാണം വേണ്ട. എനിക്ക് അവൻ ജാൻവിയെ നോക്കി.
അവൾ നടക്കുന്നതൊന്നും അറിയാത്തതുപോലെ പ്ലേറ്റിൽ നോക്കിയിരുന്ന് കഴിക്കുന്നു. ഇഷാന് ദേഷ്യം സഹിക്കാൻ കഴിഞ്ഞില്ല. അവൻ ചെയർ ബാക്കിലേക്ക് തട്ടിയെറിഞ്ഞു. കൊടുങ്കാറ്റുപോലെ റൂമിലേക്ക് കുതിച്ചു. നീ ഇനി എന്തൊക്കെ ചെയ്താലും കഴിവറുടെ മോനെ, വരുന്ന ഞായറാഴ്ച നിന്റെ കെട്ട് നടന്നിരിക്കും. ആനക്കാട്ടിൽ ജോർജാ പറയുന്നേ, അയാൾ വെല്ലുവിളിച്ചു. ഇഷാന്റെ റൂമിന്റെ ഡോർ ശക്തിയിലടയുന്ന ഒച്ച താഴെ വരെ കേട്ടു. വല്യപ്പച്ച, കഷ്ടമുണ്ട് കേട്ടോ, അവനെ ഇങ്ങനെ വിഷമിപ്പിക്കരുത്. ഡാ കഴുതേ, സെന്റിമെന്റ്സും കാണിച്ച് നീ എങ്ങാനും സത്യം പറഞ്ഞോ? അയ്യോ ഇല്ല, ഞാൻ പറയില്ല, വല്യപ്പച്ചനാണോ സത്യം? ഹാ, എന്നാ നിനക്ക് കൊള്ളാം. രാത്രി ഏറെയായിട്ടും ഇഷാന് ഉറക്കം വരുന്നില്ല. ഓരോന്നും പറഞ്ഞ് വിലങ്ങനെ നടക്കുകയാണ്. അവളെന്താ ഇങ്ങനെ? അവൾക്കെന്നെ വേണ്ടേ? ഇച്ചാന്നും വിളിച്ച് എന്റെ പിന്നാലെ നടന്ന പെണ്ണാ. വല്യപ്പച്ചനെ കിട്ടിയപ്പോ അവൾക്കെന്നെ വേണ്ട. ഇപ്പോ ജെറിയും സോഫിയും പപ്പയും മമ്മിയും ഒക്കെ അവളുടെ പക്ഷത്താ. അവൾക്ക് പറഞ്ഞൂടെ അവളുടെ അച്ഛനെ അവൾക്ക് വേണമെന്ന്? അപ്പ തന്നെ എല്ലാരും സമ്മതിക്കും. ഇവളെ ഇങ്ങനെ വിട്ടാ പറ്റില്ല. അവളുടെ ഉള്ളിൽ എന്താണ് നിന്നറിയണം. അവൾക്കെന്നെ വേണ്ടെങ്കിൽ വേണ്ട, പക്ഷെ എനിക്ക്. അവൻ ദേഷ്യം നിയന്ത്രിച്ച് താഴേക്കിറങ്ങി. അവളുടെ റൂമിന് മുന്നിൽ ചെന്ന് നിന്നു. ലോക്കാണല്ലോ. ആ, സോഫി ഇവിടെ തന്നെയല്ലേ, അവളെ വിളിക്കാം. അപ്പ തന്നെ ഷോർട്സിന്റെ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് സോഫിയുടെ നമ്പറിലേക്ക് വിളിച്ചു. എന്താ ഇഷാൻ? വാതില് തുറക്ക്. അവൻ കട്ടാക്കി. ഡോർ തുറന്നതും അവൻ അവളെ വലിച്ചു പുറത്താക്കി. ഇഷാൻ, നീ എന്താ ചെയ്യുന്നേ? ഉറക്കച്ചടവിൽ അവൾ കണ്ണു തിരുമ്മി. നീ ദേ ആ സെറ്റിലേക്ക് കിടന്നോ, ഞാൻ ഇപ്പൊ വരാം. എനിക്ക് നിന്റെ കൂട്ടുകാരോട് ഇത്തിരി പറയാനുണ്ട്. അവൻ ദേഷ്യത്തിൽ ഡോർ ലോക്കിട്ടു. എന്റെ കർത്താവേ, ഇതൊരു നടക്കി പോയില്ല. അവൾ സെറ്റിയിലേക്ക് ചാരി കിടന്നു. അകത്തെത്തിയ ഇഷാൻ ബെഡിൽ കിടന്ന് സുഖമായി ഉറങ്ങുന്ന ജാനിനെ സൂക്ഷിച്ചു നോക്കി. കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ, ഒരെണ്ണം അങ്ങ് വെച്ച് കൊടുക്കണം. ബാക്കിയുള്ളവൻ്റെ ഉറക്കം പോയിട്ട് നാളുകളായി. ഇവളെ ഞാൻ ഇന്ന്. അവൻ അവളെ കയ്യിൽ ഉയർത്തിയെടുത്തു. അയ്യോ, എന്താ? ആരാ? അവൾ ഞെട്ടി ഉണർന്നു. നിന്റെ തന്ത. അവൾ അവനെ നോക്കി. താനോ? താനെന്താടോ ഇവിടെ? താനെന്തിനാ ഇങ്ങോട്ട് വന്നത്? വിടടോ, എടോ വിടാൻ. അവന് ദേഷ്യം വന്നു. അവനവളെ ബെഡിലേക്ക് പൊത്തോന്നങ്ങിട്ടു. അയ്യോ, എന്റെ നടു. ഒരു നിമിഷം പഴയ ഓർമ്മ അവനെ പൊതിഞ്ഞു. അവന്റെ കണ്ണ് നിറഞ്ഞു. എടോ, പാതിരാത്രി റൂമിൽ കയറുന്ന തോന്നിവാസം കാണിക്കുന്നോ? തന്നെ ഞാൻ. അവൾ ചാടി ഇറങ്ങാൻ ശ്രമിച്ചു. വല്യപ്പച്ച, സോഫി, ജെറി. ഈശാൻ പെട്ടെന്ന് അവളുടെ വാ പൊത്തി. മിണ്ടരുത്, അറിയാലോ എന്നെ. കാട്ടിച്ചു പറിച്ചെടുക്കും ഞാൻ. കുറെയായി എന്റെ ക്ഷമ നശിച്ചിരിക്കുവാ. ഭ്രാന്ത് പിടിക്കുവാ എനിക്ക്. ഭ്രാന്ത് പിടിപ്പിക്കുന്നത് നീയും. അവളുടെ ചുണ്ടിൽ ഒന്ന് തഴുകിയവൻ. അവൾ പിടച്ചിലോടെ അവനെ നോക്കി. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്, നീ സമാധാനത്തോടെ കേൾക്കണം. ഇഷാൻ അവളെ നോക്കി. അവൾ ഒന്ന് അടങ്ങിയെന്ന് തോന്നിയതും അവൻ കൈ മെല്ലെ എടുത്തു. അവളുടെ മുഖം കൈകളിലെടുത്തു. ജാനു. കണ്ണുകൾ നിറച്ചുള്ള അവൻ്റെ നോട്ടം, ആ വിളി. അവളുടെ ഹൃദയം തരളിതമായി. അവളുടെ കൈകൾ ബെഡിൽ മുറുകി. നിനക്കെന്നെ വേണ്ടേടി?
മറ്റൊരുത്തേക്ക് വിട്ടു കൊടുക്കുവാണോ നീ? എൻ്റെ കെട്ടുറപ്പിച്ചു എന്ന് വല്യപ്പച്ചൻ പറഞ്ഞിട്ടും നീ എന്താടി എന്നെ ഒന്ന് നോക്ക പോലും ചെയ്യാത്തത്? നിന്റെ സ്ഥാനത്ത് എനിക്ക് മറ്റൊരു പെണ്ണെ കാണാൻ പോലും കഴിയില്ലടി. നിനക്കെന്നെ വേണ്ടെങ്കിൽ വേണ്ട, പക്ഷെ എനിക്ക് നിന്നെ വേണം. എൻ്റെ ജാനുവിനെ വേണം. എൻ്റെ ജാനുവിൻ്റെ പ്രണയം വേണം. എൻ്റെ ജാനുവിൻ്റെ നാവിൽ നിന്നും പഴയതുപോലെ ഇച്ഛ എന്ന വിളി കേൾക്കണം. അവൻ അവളുടെ ചുമലിലേക്ക് കൈകൾ ഇറക്കി പിടിച്ചു. എന്നോട് ക്ഷമിക്കില്ലേടി നീ? എനിക്ക് നിന്നെ വേണം ജാനു. ഒന്ന് പറയടി, ജാനു ഹിച്ചന്റെ മാത്രം പെണ്ണാണെന്ന്. എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ലടി. അവൻ അവളെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു, ഇറുകെ കെട്ടിപ്പിടിച്ചു. എൻ്റെ പൊന്നല്ലേ, ഈ ഹിച്ചയോട് ക്ഷമിക്കടി. ഞാൻ നിന്നെ വേദനിപ്പിക്കില്ല. കർത്താവാണ് സത്യം. എനിക്ക് നീലാതെ പറ്റില്ലടി. അവൻ്റെ കണ്ണുനീർ അവളുടെ ഷോൾഡറിനെ നനച്ചുകൊണ്ടിരുന്നു. എന്തു പറയണം, എന്ത് ചെയ്യണമെന്നറിയാതെ നിറഞ്ഞ മിഴികളോടെ ശില പോലെ അവൾ. ഹായ് ഫ്രണ്ട്സ്, ഇന്നലെ ഒരുപാട് ന്യൂ ഫ്രണ്ട്സ് കമൻറ്റ് ചെയ്തു. എനിക്ക് എന്ത് സന്തോഷമായെന്നറിയോ? എന്നും ഇതുപോലൊന്ന് സന്തോഷം തന്ന 2 പാർട്ടൊക്കെ തന്ന് ഞാനും സന്തോഷിപ്പിക്കും. ഇന്നത്തെ പാർട്ടിൻ്റെ റിവ്യൂസ് പോരട്ടെ. ഐ ആം വെയിറ്റിംഗ്. പിന്നെ ലൈക്ക്, ഹൈപ്പ് അതും മറക്കല്ലേ.